ഇതാണ് ആ ചട്ടിക്കും പിന്നെ വരുന്ന പാത്രങ്ങളൊക്കെ ഇത് പിന്നെ കുടം വെള്ളമൊക്കെ കോരിയെടുക്കില്ല അതുപോലത്തെയാണ് ഇത്. വേണമെങ്കിൽ പാത്രം എന്ന് പറയാം. പാത്രം ഇതാണ് ഒരു കുടം. ഈ കുഞ്ഞു കുടം വെള്ളമൊക്കെ നമ്മൾ കോരില്ല ഇങ്ങനെ അതുപോലത്തെയാണ് ഞാൻ ഈ കുടങ്ങള്. നിങ്ങൾക്ക് കാണാൻ എനിക്ക് തോന്നുന്നു ഇത് നിറയുണ്ട്. ചട്ടി പോലത്തെ പാത്രം. ഇനിയിപ്പോ നമ്മൾ ഇതെല്ലാം എന്നാ ചെയ്യാൻ പോവാ? പെയിന്റ് അടിക്കാം. എന്നാ പെയിന്റ് അടിക്കുന്നേ? ഇത് റെഡ് പിന്നെ കളറിങ് അറിയില്ല ഏതൊരു കളറാണ്. ഇത് ബ്ലാക്ക് യെല്ലോ അങ്ങനെ നിറയെ കളറുണ്ട്. ഇപ്പം നമ്മൾ പെയിന്റ് അടിക്കാൻ തുടങ്ങുകയാണ്. നമുക്ക് പെയിന്റ് അടിച്ചിട്ട് കാണിക്കാം. അപ്പൊ ഇതെല്ലാം നമ്മൾ നമ്മുടെ ജാനയ്ക്ക് വേണ്ടി മേടിച്ചതാണ്. എല്ലാം കുഞ്ഞു കുഞ്ഞ് അവള് പറഞ്ഞ കുഞ്ഞു കുഞ്ഞു പോട്ടുകളും കുഞ്ഞു കുഞ്ഞു ചട്ടികളും ഒക്കെ ഇതെല്ലാം കൂടെ മേടിക്കാൻ വേണ്ടി. ഇതിന് വലിയ വിലയൊന്നുമില്ല. എല്ലാത്തിനും ഓൾമോസ്റ്റ് 10 രൂപ 15 രൂപ വിലയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എന്നാൽ പയ്യെ ഇതിന് അവൾ പറഞ്ഞ പോലെ പെയിന്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം പച്ചമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയേക്കണതാണ്. നമുക്ക് പെയിന്റ് അടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ചിലപ്പോൾ നല്ല ഭംഗിയായിട്ട് വരും. നമുക്ക് ഏതായാലും പെയിന്റ് അടിച്ച് നോക്കാം. ഇതല്ലേ നീയാണോ അടിക്കുന്നത്? ബ്രഷിന്റെ ഈ അറ്റം വെച്ചാൽ ആറ്റം വെച്ച് അടിക്കുന്നത്. പയ്യെ അടിക്കണം. നമുക്കിതെല്ലാം അടിച്ച് നല്ല സ്റ്റൈലാക്കി എടുക്കാം അല്ലേ? എല്ലാം അടിച്ച് ജാനകിയുടെ കരാവിരുതാണ്. നമ്മൾ എടുത്തേക്കുന്ന ഫ്ലാറ്റ് ബ്രഷാണ് കേട്ടോ. കാരണം ഈ ക്ലേയിലൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ ഏറ്റവും എളുപ്പം ഫ്ലാറ്റ് ബ്രഷാണ്. നമ്മളാദ്യത്തെ പീച്ച് കളർ അടിച്ചു. ഇനി അവിടെ എടുത്ത് മാറ്റി വയ്ക്കാവേ. സത്യമായിട്ട് എന്റെയാണ് നല്ലത്. അല്ല നിന്റെയാണ് സൂപ്പർ കേട്ടോ. എന്റെ പൊന്നെ, എന്റെ കളർ കഴിഞ്ഞിട്ടല്ലേ ബാക്കി എല്ലാം ഉള്ളൂ. എന്നാലും കുറച്ച് ഗ്ലേസിങ് എന്റെ കുറച്ച് പെയിന്റ് മുക്കി അടിക്കും ഇതിനകത്ത്. ഞാനിങ്ങനെ പിടിക്കാം. ഞാനിങ്ങനെ വിരലിടാം. അടിയിലടിക്കണ്ട, മുകൾ ഭാഗത്ത് സൈഡിലെല്ലാം അടിച്ച് നല്ല ഗ്യാപ്പ് കൊടുത്ത്. അപ്പൊ ഞങ്ങൾ രണ്ട് പേരായിട്ടുണ്ട്. ഇത് കണ്ടോ, എന്റെ അല്ല നല്ല ഫിനിഷിങ് എല്ലാവർക്കും. എന്റെ കുഴപ്പമായിരിക്കും. നോക്കി നല്ല ഗ്രീൻ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അത് ഇച്ചിരി പെയിന്റ് അടിച്ചാൽ തീരുന്ന ഗ്യാപ്പല്ലേ ഉള്ളൂ. അത് നിന്നോട് മിണ്ടുന്നതാണെങ്കിൽ അടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ ഇനി വൈറ്റ് ഇത് വൈറ്റ് അല്ലേ? ഓറഞ്ചിനേക്കാളും നല്ല കളർ എപ്പോഴും വൈറ്റാ. ഓറഞ്ചിനേക്കാളും നല്ല കളർ എപ്പോഴും വൈറ്റ് അല്ലേ? ആണ്. ആരാ പറഞ്ഞേ ഈ വൈറ്റ് അടിക്കുന്നത് എന്നെ ഭംഗിയാണ്? കണ്ടോടി എന്റെ വൈറ്റ് കണ്ട എന്തായിട്ട് കിടക്കുന്ന വെച്ചത്? വൈറ്റിന്റെ ഫിനിഷിങ് ഉണ്ടോ? പാറട്ട ഓറഞ്ച് പോലെയാണോ നോക്കി. എന്റെ അടുത്ത് തീർന്നു. പരട്ട വരുമോ? നീയല്ലേ പറഞ്ഞ നിനക്ക് ഓറഞ്ച് ഇഷ്ടമാണോ? കാണിക്ക. തീർന്നില്ല അല്ലേ? പൊക്കി കാണിക്ക. കണ്ടില്ലാരും ക്യാമറയിലേക്ക് ഒന്ന് പൊക്കി കാണിച്ചത്. അതെന്താ അപ്പൊ പറയാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാല്? അകത്തിപ്പോ അടിക്കണ്ട. അകത്തിപ്പോ അടിച്ചാൽ പിന്നെ പിടിച്ച് പൊക്കാൻ ഭയങ്കര പാടാവും. പുറത്തടിക്കും. അകത്തടിച്ചു കഴിഞ്ഞാലേ നമ്മൾ ഇതേ വേണ്ട പിടിച്ച് പൊക്കാനാ. അതിന്റെ ബുദ്ധിമുട്ടാ പിന്നെ അത് പിടിച്ച് പൊക്കാൻ. പിന്നെ അത് പകുതി ഞാനല്ലേ അടിച്ചത്. ഞാൻ എന്നാലും കുറച്ച് തൊട്ടില്ലേ അതല്ലേ? അതെന്താ നിനക്കെന്നെ തന്നെ അടിച്ചാല്? ഓ, ചെറിയവർക്ക് മുഴുവൻ അടിക്കാൻ അറിയത്തില്ലേ? ആ ശരി 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 ശരി. ഞാൻ ക്യാമറയുടെ പുറകെ നിൽപ്പുണ്ട്. ഇത് 90% അവൾ അടിച്ചു, കുറച്ച് ഭാഗം ഞാനും അടിച്ചു. ഓക്കെ, കോംപ്രമൈസ്. ഓക്കെ, ഡൺ. എങ്ങനെയാ ഡീൽ? എങ്ങനെയാ അത്? ഏതാ അത്? റെഡാണോ? റെഡ് അടിക്കാം. ഞാനും റെഡ് അടിക്കട്ടെ ഒരെണ്ണത്തിന്. നമുക്ക് രണ്ടുപേർക്ക് ഓരോന്നും റെഡ് അടിക്കാം. ഏതാ എടുക്കണ്ടേ? നീ ഈ പോട്ട് എടുക്ക്. അല്ല, ഒരു പോട്ട് ഞാൻ എടുക്കാം. അല്ല വേണ്ട, ഞാൻ വേറൊന്നും എടുക്കാം. ഞാൻ ഈ ചട്ടിയിൽ അടിക്കാം.
ഫ്രണ്ട് ഞാൻ തുറന്ന നിയമമുണ്ടോ സിമ്പിളി ഒത്തിരി കട്ടിക്ക് വെക്കണ്ട. ഒത്തിരി കട്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം മൊത്തം കിട്ടത്തില്ല. ഈ എക്സ്ട്രാ ഇവിടെയൊക്കെ ഇങ്ങനെ വന്നേക്കുന്നുണ്ടോ ഇതുണ്ട്, ഇവിടെയൊക്കെ ഒത്തിരി കൂടി നിൽപ്പില്ലേ. ഉടുപ്പ് തൂക്കണ്ട, അയ്യത് ഉടുപ്പേലും പറ്റും. സാരമില്ല, കുറച്ചുള്ളൂ കുറച്ചുള്ളൂ. എന്ത് പ്രത്യേകതയോ? പ്രത്യേകത എന്നത് പ്രത്യേകത അല്ലടി, പ്രത്യേകത പറഞ്ഞേ. പ്രത്യേകത പോലും ഇല്ല. എത്രാം ക്ലാസ്സിലാണ് നീ പഠിക്കുന്നത്? ഇപ്പൊ LKG പഠിക്കുന്ന കൊച്ചിന് ഇതുപോലെ പറയാറില്ലേ? കുഞ്ഞുണ്ണി നിന്നെക്കാളും ഒരു വയസ്സ് ഇളവല്ലേ? കുഞ്ഞുണ്ണി ഒരാളെ ഫ്രണ്ടാ. ആയോ? വീതി ഇച്ചിരി കുറവുണ്ട്. ഈ ഹൈറ്റ് എന്ന് വെച്ചാൽ എന്തുവാ? അതറിയാമല്ലേ ബാക്കി. നല്ല ക്ലോസ് ഫ്രണ്ടാ കുഞ്ഞുണ്ണി. എന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ കുഞ്ഞുണ്ണി? നമ്മുടെ നെയ്ബറാ. നമ്മുടെ നെയ്ബർ ആണെന്ന് പറഞ്ഞതാ, വേറെ ഒന്നും ഇല്ല. നെയ്ബർ എന്ന് വെച്ചാൽ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആള്. കവിത ഒന്ന് പഠിക്കും. പുത്തന അശ്വമേധം നടത്തുകയാണ്. ഹോട്ട് പെയിന്റ് എന്ത് ചെറിയ സാധനം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വാർണിഷ് അടിക്കണം. വാർണിഷ് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ ചിരണ്ടി കഴിഞ്ഞാൽ തന്നെ ഇത് പടയെന്നങ്ങ് പറഞ്ഞു വരും. ഇതൊക്കെ ഇപ്പൊ നമ്മള് നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇതിലൊക്കെ ഞാൻ വാർണിഷ് അടിച്ചിട്ടുണ്ട്. ഇതിപ്പോ നഖം വെച്ച് സ്ക്രാച്ച് ചെയ്താലൊന്നും ഈ സാധനം പോകത്തില്ല. അതിന് കാരണം നന്നായിട്ട് വാർണിഷ് അടിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ആക്രിലിക്കിന്റെ വാർണിഷ് ഉപയോഗിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പെയിന്റിന്റെ വാർണിഷ് ഉണ്ട്, നോർമൽ പെയിന്റിന്റെ വാർണിഷ് മേടിച്ചിട്ട് അങ്ങ് അടിച്ചാൽ മതി. അതാണ് അതിന്റെ കുറച്ചും കൂടെ നല്ല ഫിനിഷ് കിട്ടുകയും ചെയ്യും. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും സാധനം. പെയിന്റിന്റെ വാർണിഷ് പെട്ടെന്ന് അങ്ങ് ഉണങ്ങും. മനസ്സിലായോ? എക്സ്പീരിയൻസ് പഠിച്ചു അല്ല ഉദ്ദേശിച്ചേ. രണ്ടെണ്ണം ചെയ്തപ്പോ പഠിച്ചു. ആര് പറഞ്ഞു? വേണ്ട, വേറെ കളർ കൊടുക്കാം. എല്ലാത്തിനും അത് കൊടുത്ത പ്രത്യേകത ആയിക്കോട്ടില്ലേ. എല്ലാം ഭയങ്കര യുണീക്ക് ആയിക്കോട്ടില്ലേ. കുറച്ചുകൂടെ അടിക്കണ്ട. ഈ സൈഡ് അത്യാവശ്യം ക്ലിയർ ആയി. വേറെ ഏത് പാട്ടാന്നൊക്കെ അറിയാവുന്ന? നീ ഏറ്റുപാടി ഭൂമിയും വനവും സാഗിയായി മനമേറുന്നു സമമേഘവും പവിഴമഴകേ അതിരിന്റെയാണ് കേട്ടോ. അതിരുന്നോ പറഞ്ഞു. ഞാൻ ഇന്ന ഡിസൈൻ അപ്പൊ പേരില്ല. ഞാൻ ഈ വരച്ചേക്കുന്നത് ഇതെന്ത് സാധനം? ഇതെന്താ ഈ വരച്ചേക്കുന്നത്? ഇല്ല, ഇത് നമ്മൾ ഏറ്റവും ആദ്യം അടിച്ച് തീർത്ത് വെച്ചാല് ഒരു കുഞ്ഞൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് സിമ്പിൾ ആണ്. അടിഭാഗത്ത് അടിച്ചിട്ടില്ല കേട്ടോ. സൈഡ് ഭാഗം എനിക്ക് തോന്നുന്നു ക്യാമറ കിട്ടുന്നുണ്ടെന്നാ. അടുത്ത് രണ്ടെണ്ണം കൂടി ചെയ്യാൻ ഇരിപ്പുണ്ട്. ഞങ്ങൾ മുമ്പാക്ക് നാളെ ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ കഴിക്കാൻ പോവാണ്. ഇനി എല്ലാവരും ഞങ്ങളുടെ വീഡിയോ
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ താഴെ ബെല്ല് ക്ലിക്കും ചെയ്യുക കേട്ടോ. ഞാൻ എത്രയെണ്ണൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഡിസൈൻ വരയ്ക്കട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ